തൻ്റെ നാട് എവിടെയാണെന്ന് പറഞ്ഞത്? നിലമ്പൂരാണ് സർ. നിലമ്പൂരല്ല, വെടിയുറച്ചൊക്കെ കിട്ടുമല്ലോ. കിട്ടും സർ. താൻ വേറെ ലിസ്റ്റിലൊന്നുമില്ലേ? ഇല്ല സർ. ഇപ്പം ഏറ്റവും പെട്ടെന്ന് കിട്ടാവുന്ന സർക്കാർ ഉദ്യോഗം പോലീസാണല്ലേ? ഞാൻ അങ്ങനെയൊന്നുമില്ല സർ. ഡോനല്ലേ ഇരിക്കി. താനൊക്കെ കൂടിയാ മോഹനെ പൂട്ടാൻ തീരുമാനിച്ചല്ലേ? അതല്ല സാർ, ഇവിടെ വിട്ടുകളാ, ഒരാളുടെ ജോലിക്കാരിയല്ലേ? ഇത് അസോസിയേഷൻ്റെ തീരുമാനമാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ സാർ. സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിച്ചത് ഉണ്ടാക്കാൻ ശ്രമിച്ച ആരാന്നൊക്കെ എനിക്കറിയാം കേട്ടോ. പോലീസിൽ ക്രിമിനൽസിനെ വെച്ച് ഉറപ്പിക്കേണ്ടെന്നാണ് അസോസിയേഷൻ്റെ തീരുമാനം. അത് ഞങ്ങൾ നടപ്പാക്കുകയും ചെയ്യും. സാറിന് പറ്റില്ലേ പറഞ്ഞോളൂ, ഞങ്ങൾ പോയിക്കോളാം. എന്നാ നീയൊക്കെ എന്താന്ന് വെച്ചാ ചെയ്. ആ ശരി. നാരേ സാർ. നാരേ സാർ. തന മോഹനോടോ ചെറുക്കനില്ലേ? ഷിയാബ. അവനോടും വരാൻ പറ. മോഹനത് നൈറ്റ് ഡ്യൂട്ടിയാ സാർ. അന്നും കുഴപ്പമില്ല, ഇപ്പൊ തന്നെ വരാൻ പറ. ആ എന്തായി? ഒപ്പിട്ടിട്ടില്ല സാർ. നാരേ സാർ. ശരിയാക്കി കൊടു. വരൂ. അന്ന് എനിക്ക് നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ. അന്റെ പേര എവിടെയാ? ടൗണിൽ തന്നെ. ടൗണില് ജുമായത്ത് പള്ളിന്റെ അടുത്താ? നമ്മളെ പ്ലാസകലയിൽ ജഡ്ജനല്ലേ? എന്താ അവിടെ? അല്ല, ഇതിപ്പോ കോളേജിന്റെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നാ. അല്ല, നമ്മളവിടെ പറഞ്ഞു. ഇല്ല, ഇതിപ്പോ പ്രിൻസിപ്പളിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്ത്. ശരിയാ? ശരിയാ. അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ അസോസിയേഷൻ യൂണിയൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ശരിയൊക്കെ തന്നെ, പക്ഷെ അത് വെച്ചിട്ട് അത് ശരി. നിങ്ങൾ ഇവിടെ ഇങ്ങനെ തൊള്ളപ്പെട്ട് അടിച്ച് കുത്തിരുന്നോളൂ. എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ പറ്റൂലേ പറയ്, ഞാൻ എസ്ഐനോട് അറിഞ്ഞോളാം. ഓ, തിരക്കിൻ്റെ ഇടയിൽ കേട്ട കാര്യം കണ്ട് വിട്ടു. ഇഞ്ചക്ഷനോ? അതെ. എന്താ ഇഞ്ചക്ഷൻ? അല്ല, അത് ഈ കോടതിയിൽ നിന്ന്. എസ്ഐ സാർ. കേട്ടി പോയില്ല താനിതുവരെ? ഇല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. വാ, നിങ്ങൾ തൽക്കാലം മതിൽ വിളിച്ചു കൊടുക്കുക, ബാക്കി കാര്യം നമ്മൾ അപ്പം നോക്കാം. ചെല്ല് ചെല്ല് ചെല്ല്. ശരി, കേട്ടിരിക്കും. രാവിലെ വിശാല് പിടിച്ചിട്ടുണ്ടോ ഞാൻ ബംഗാളിക്ക്. ഓന്റെ ബൈക്ക് ഇടിച്ചിട്ട് നമ്മളെ ചെക്കന്മാരെയാ. ആണോ? സാറ് പെട്ടെന്ന് തീർത്ത് തരണം. വിശാലേ, കേട്ടിയുടെ കാര്യം എന്തായി? അവന് ആസാമിയാണ് സാർ. അവൻ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് അവനും മനസ്സിലാവില്ല. തനിക്ക് ഹിന്ദി അറിഞ്ഞൂടെ? കേരള പോലീസിന് ഹിന്ദി അറിയില്ലല്ലോ സാർ. അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സാറേ കണ്ടോ? ഇതരാ കണ്ടോ? ഇങ്ങോട്ട് അങ്ങനെ नाम क्या है तुम? सुमंगल. हाँ सुमंगल. नाम बोल. सुमंगल. क्या काम करते हो? बेकरी. क्या? सीमेंट का. क्या? सीमेंट का काम करता हूँ. बेकरी में या मिस्त्री? सीमेंट का काम करता हूँ. क्या? कहाँ से हो? असम का. हाँ? असम. असम से? आतंकवादी है तुम? असम का. തീവ്രവാദി. ചോദിച്ചോട്ടെ. സാർ ചോദിക്കട്ടെ. लाइसेंस दिखाओ. लाइसेंस. लाइसेंस दो. दे रहा हूँ. नहीं है मेरे पास लाइसेंस. लाइसेंस नहीं है? फिर क्यों गाड़ी चलाया तू? चूतिया बना रहा है? चूतिया लगता हूँ मैं? बोल. आईडी कार्ड दे. आईडी कार्ड नहीं है. आईडी कार्ड नहीं है? फिर किससे पूछकर गाड़ी चलाया? किसने दिया गाड़ी? मालिक ने दिया. मालिक का नंबर दो. देता हूँ. दे रहा हूँ. ഇപ്പൊ മനസ്സിലായ കേരള പോലീസിന് ഹിന്ദി അറിയാന്ന്? നമ്പർ വാങ്ങണോ? നമ്പർ സാറൊരു സംഭവം. 9746 9746 412 412 223 223 3. ഇതിലും വലിയ എന്തൊക്കെ വൃത്തികളിൽ ഈ സ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്ത് ഫാൻ കറങ്ങാത്ത? അതല്ല, ഞങ്ങളുടെ കയ്യിലും അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആരെയും വ്യക്തിപരമായി ഹറാസ് ചെയ്തിട്ടില്ല. എന്ത് വ്യക്തിപരം? ആ പയ്യനെ വെച്ച് സ്റ്റേഷൻ വളപ്പിലെ വണ്ടിയുടെ എഞ്ചിൻ അയച്ചെടുക്കല്ല അവന്റെ പണി. കുറെ കാലായില്ലേ തുടങ്ങിട്ട്. ആ ചെക്കനൊരു അയ്യോ പാവായതുകൊണ്ടല്ലേ ഇനി എത്ര കേസുകൾ തെളിയാൻ കിടക്കുന്നു. അല്ല പിന്നെ നിങ്ങൾ തെളിയിക്ക്. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിയിച്ച് നടന്നോ? ഡിപ്പാർട്ട്മെന്റ് അതിനെ നാണക്കേട്.
സാറേ ആ ഇനി കയറിക്കോട്ടെ. താനവിടെ പോയിരിക്കടോ. സാർ എത്ര നേരെ സാറേ ഞങ്ങൾ വന്നിട്ട്? ഞങ്ങൾക്ക് ശേഷം വന്നവരും പോയി കണ്ടല്ലോ. സമയമുണ്ട്, വിളിക്കാം. അവിടെ പോയിരിക്കേ. എന്ത് സമയമുണ്ടെന്നാണ് വിളിക്കാന്നല്ലേ പറഞ്ഞത്? എന്താണ് ബഹളം? ആ സാറേ, ആരാണോ അത്? സമയമില്ലാത്തൊരാൾ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ. ആ അവനകത്തേക്ക് വിട്. ആ സാറേ. സാർ എന്താടോ? ഒരു പരാതി ഉണ്ട്. അഴിച്ചാടോ? സാർ സാർ ഇതാ. ഓക്കെ, ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചേക്കാം. എന്താ നിന്റെ പേര്? ഇർഫാൻ. നിന്റെയാ? അനിത. നിനക്ക് എത്ര വയസ്സായി? 21. നിനക്കോ? 28. ആഹാ, 5 വയസ്സിന് മൂപ്പുണ്ടല്ലേ? ഞാൻ തുറന്നു വയ്ക്കുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഇത് എത്ര നാളത്തെ സെറ്റപ്പാ? അല്ല അല്ല സാറേ, ഇക്കോളെ ഇഷ്ടമാണ്. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ആഹാ. സാർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാർ, എൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ് ഇതിനോട്. അപ്പോൾ എങ്ങനെയാലും സാറ് ഞങ്ങളെ സഹായിക്കണം. നിന്റെ ജോലി എന്താ? ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയ പെണ്ണിനെ കൊണ്ട്? അല്ല സാർ, എനിക്ക് ഈ ബൈക്കിൻ്റെ മോഷണം അല്ല സാർ, ഈ കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നെല്ലാം വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഓൾട്രേഷൻ ചെയ്ത് എന്നിട്ട് കൂട്ടുകാരനോട് നടത്തുന്നൊരു ബിസിനസ് ഉണ്ട്. അപ്പം നീയൊക്കെയാണ് ഈ പടപടാന്ന് പൊട്ടുന്ന ബൈക്കിൻ്റെ ആളല്ലേ? നിന്നെ ഞാൻ നോക്കി നടക്കായിരുന്നു. നിനക്കുള്ള പടം ഞാൻ തരാം. നിനക്കെന്തെങ്കിലും ജോലിയുണ്ടോ? റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം ബ്ലോക്കിലെ SC പ്രൊമോട്ടറാ. നീ എസ്സിയാ? അതെ. നീ മുസ്ലിം, മിശ്ര വിവാഹം, സർക്കാരിൽ നിന്ന് തന്നെ സഹായം കിട്ടുമല്ലോ. അതൊരു വരുമാനമാണ്. സാർ, എന്താടോ? ആ കസേര ശരിയാക്കാനുള്ള ആൾ വന്നിട്ടുണ്ട്. അവൻ ഇങ്ങോട്ട് വിട്. ശരി സാർ. സാർ, എന്നെ വീട്ടിൽ ആളാഴ്ച വിളിക്കണമല്ലേ? ഒരാഴ്ചയിൽ പരിപാടി തുടങ്ങിയിട്ട്. സാറേ, ഞാൻ നാട്ടിൽ പോയിരുന്നു. കെട്ടികളും കുട്ടികളെ കണ്ടിട്ട് കുറേ ദിവസമായി. നാട് വീട് എന്താ പ്രശ്നം? കസേര എന്നാക്കാ. എനിക്ക് ഞാനോ? നന്നാക്കട്ടെ സാർ. ആ, നീ ഇരിക്കും.